ഹലോ മൈ ഗൈസ്. അപ്പോൾ നമ്മളുടെ ആട് മൂന്നാം ഭാഗം ഞാൻ കണ്ടു. അപ്പോൾ ആട് മൂന്നാം ഭാഗം ഞാൻ കണ്ടു. മുക്കം റോസ് സിനി പാലസിൽ മുക്കം റോസ് സിനിമയിൽ പോയി, അതായത് സിനിമ തിയേറ്ററിൽ പോയി ഞാൻ ആട് മൂന്നാം ഭാഗം കണ്ടു. എനിക്ക് ഇതിൽ തോന്നിയത് വെച്ചാൽ, ഇതിൽ ഷാജി പാപ്പനും കൂട്ടരും മൂന്നാം ഭാഗത്തിൽ വന്നപ്പോൾ എനിക്ക് തോന്നിയത് വെച്ചാൽ അവരുടെ പഴയ മാസ് എൻട്രി ഇതായി തന്നെ ഒരു പറയാം. പക്ഷേ അതിൽ ആ സിനിമയിൽ ഫസ്റ്റ് ഭാഗത്തിൽ തന്നെ അബു ക്യാരക്ടർ ചേഞ്ച് ചെയ്ത് വരുന്നുണ്ട്. അതായത് ബ്ലാക്ക് കുപ്പായിട്ടിട്ടൊക്കെ ക്യാരക്ടർ ചേഞ്ച് ചെയ്ത് വരുന്നുണ്ട്. ഒക്കെ മാസ് ലുക്ക് ചെയ്യുന്നു. പിന്നെ അത് കഴിഞ്ഞാരെ നമ്മളെ സച്ചിൻ ക്ലീറ്റസ് ആയാലും, അതേപോലെ അറക്കലബു ആയാലും, അത് ഷാജി പാപ്പനായാലും, നമ്മളുടെ സാത്താൻ സേവ്യർ ആയാലും, പിന്നെ വിനായകൻ്റെ ഡ്യൂഡ് വേഷമായാലും, സാത്താൻ സേവ്യറിൻ്റെ വേഷം ചെയ്തത് നമ്മളെ അറിയാലോ, എല്ലാവർക്കും അറിയാലോ, സണ്ണി വെയിന് നല്ലൊരു പെർഫോമൻസ് തന്നെ അതിൽ കാഴ്ചവെച്ചിട്ടുണ്ട്. നല്ലൊരു കിഡിലോസ്കി പെർഫോമൻസ് ആയിട്ടുണ്ട്. ഒന്നിനൊന്നും മെച്ചം പറയല്ല. കാരണം സാത്താൻ സേവ്യർ എന്ന് പറയുമ്പം സാത്താൻ സേവ്യർ എന്നുള്ളൊരു ഒരു പഴയൊരു ഇത്. പക്ഷേ ഇതിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ ടൈം ട്രാവലിംഗ് ആണ് മെയിനായിട്ടുള്ള കണ്ടന്റ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. സംഭവം ടൈം ട്രാവലിംഗ് ആയാലും നല്ലൊരു ഇതിവിടെ ഇതിൻ്റെ സംവിധായകൻ മിഥുൻ മാനുവൽ കൊണ്ടുവന്നിട്ടുണ്ട്. മിഥുൻ മാനുവൽ സംവിധാനം ചെയ്ത പടം നല്ലൊരു കിഡിലോസ്കി പടം, നല്ലൊരു ഹൈപ്പുള്ളൊരു പടം. കാരണം പറയാനുണ്ട്, സർവത്ത് ഷമീർ, നമ്മളെ വിജയ് ബാബുവിൻ്റെ സർവത്ത് ഷമീറാണ്. നല്ലൊരു പോലീസ് വേഷം, നമുക്കെല്ലാം പരിചയമുള്ളൊരു വേഷം സർവത്ത് ഷമീർ, വിജയ് ബാബു. പിന്നെ നമ്മളെ പി ശശി അറിയാലോ, പി ശശി നമ്മളെ വിപ്ലവ നായകൻ എന്നൊക്കെ പറയുന്ന ആട് ഒന്നാം ഭാഗത്തിലെ കുറേ പേരുടെ ചിരിമരുന്നായ പി ശശി, നല്ലൊരു ക്യാരക്ടർ. പിന്നെ നമ്മളെ കഞ്ചാവ് സോമൻ, ആ കഞ്ചാവ് സോമൻ്റെ ആ ചിരി ഉടനീളങ്ങളും അറിയാലോ. പിന്നെ നമ്മളെ ബാറ്ററി സൈമൻ, എല്ലാം ഒന്നിനൊന്നും മെച്ചം. നമ്മളെ ഡ്യൂഡാണെങ്കിലോ അതിലേറെ പവർഫുള്ളായി. ആ റെഡ് ജാക്കറ്റും വൈറ്റ് ബനിയനൊക്കെ ഇട്ടോണ്ട് കൂടി ഡ്യൂഡ് ഒന്നിലൊന്നും മെച്ചായി. വിനായകൻ പൊളിച്ചടുക്കിയിട്ടുണ്ട് ഈ മൂന്നാം മുഖത്തിൽ. അപ്പോൾ നമ്മുടെ ജയസൂര്യ കോമ്പിനേഷൻ കൂട്ടുകെട്ട് ഷാജി പാപ്പനും പിള്ളേരും കലക്കി മറിച്ചു. എന്തായാലും എനിക്കിഷ്ടപ്പെട്ടത് ഇതിൽ കൂടുതൽ ചിരിക്കാനായിരുന്നു. ചിരിയുണ്ട്, നല്ലതിൽ ചിരിക്കാനുണ്ട്, ചിരിപ്പിച്ച് നല്ലതിൽ ചിരിയുണ്ട്, അത് നല്ലതിൽ കോമഡി ഉണ്ട്. ഇത് ചിരിപ്പിച്ച് എൻ്റെ പെരടിയും തലയും നെഞ്ചാം കൂടെ ഒക്കെ വേദന അമ്മാരത്തെ കോമഡി ഇതിൽ. നിങ്ങൾ പോയൊന്ന് എക്സ്പീരിയൻസ് ചെയ്യുക. അങ്ങനെയൊക്കെ ഒന്ന് കളർഫുൾ എൻ്റർടൈനർ പടമൊക്കെ വരുമ്പോൾ, പക്ക കളർഫുൾ എൻ്റർടൈനർ പടമൊക്കെ വരുമ്പോൾ നല്ല അടിപൊളി കോമഡിയും നല്ല ത്രില്ലിംഗ് ആയിരിക്കും. ഇതാണ് ഞാൻ പോയിരുന്ന ടിക്കറ്റ് കേട്ടോ. ഇതാണ് ഞാൻ പോയിരുന്ന ടിക്കറ്റ്. നമ്മളെ മുക്കം സിനി പാലസ്, മുക്കം റോസ് തിയേറ്ററിൽ ഞാൻ പോയിരുന്ന ടിക്കറ്റ് കണ്ടില്ലേ. ഇത് ഒന്നിനൊന്ന് മെച്ചമായിട്ടാണ് അവിടെ കാഴ്ചവെച്ചത്. നമ്മുടെ ഇനിയിപ്പോൾ ആട് മൂന്നാം ഭാഗം ലാസ്റ്റ് ചാപ്റ്റർ 1 അവസാനിക്കുമ്പോൾ ഇനി അവിടെ ലാസ്റ്റ് കൊടുത്ത് ചാപ്റ്റർ 2 വരുന്നുണ്ടെന്നാ. ഇനി എന്താ അറിയില്ല, ഇതിൻ്റെ ലാസ്റ്റ് ചാപ്റ്റർ 2 ആണ്. അത് ആട് 3യുടെ ചാപ്റ്റർ 2 എന്തായിരിക്കും ഇതോടുകൂടി അവസാനിക്കുന്ന പറഞ്ഞത്. ആട് സീരീസ് ആട് ഫ്രാഞ്ചൈസ് ഇതിനോടുകൂടി അവസാനിക്കുന്നൊക്കെ ഇതിൻ്റെ മിഥുൻ മാനുവൽ പറഞ്ഞു വെച്ചിട്ടുള്ളത് ലാസ്റ്റിക്ക്. ഏതായാലും ടൈം ട്രാവലിങ്ങും എല്ലായിട്ട് കലക്കിയിട്ടുണ്ട്. ഷാജി പാപ്പനും പിള്ളേരും, ഡ്യൂഡായാലും, സർവത്ത് ഷമീർ ആയാലും, പി ശശി ആയാലും, ബാറ്ററി സൈമൻ ആയാലും, കഞ്ചാവ് സോമനായാലും, അങ്ങനെ തുടങ്ങി താരനിരകളാൽ സമ്പന്നമായിട്ട് നല്ല അടിപൊളി കലക്കിയിട്ടുണ്ട്. ഏതായാലും സുജിത് വ്ലോഗ് എന്ന എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ബെല്ലൊക്കെ ഞെക്കൂ, ഷെയർ ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായം അത് എന്തായാലും താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ നമുക്ക് ഈ ഒരു ആട് സിനിമ നല്ല കിടുക്കി എനിക്കിഷ്ടപ്പെട്ടു. അപ്പോൾ നമുക്ക് എന്തായാലും അടുത്തൊരു കിടിലം വീഡിയോ ഇട്ട് വരാം. അതുവരെയ്ക്ക് എല്ലാവർക്കും ബൈ.